എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന പാഠത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് 139 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പഠിച്ച 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിന് പാരലലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും? ഞാൻ എക്സ് ആക്സിസിന് പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ എക്സ് ആക്സിസിന് പാരലലായിട്ട് സമാന്തരമായിട്ട് വരച്ച ഈ വരയിൽ ഞാൻ കുറച്ച് പോയിൻറ്റ്സുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിൻറ്റ്സുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഈ പോയിൻ്റ്, ഇതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് എക്സ് ആക്സിസിലെ 1-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അത് 2-ൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 1, 2. ഇനി ഈ പോയിൻറ്റിൻ്റെയോ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. അത് എക്സ് ആക്സിസിലെ 2-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റോ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. വൈ ആക്സിസിലേക്ക് ഈ പോയിന്റിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ 2-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ വൈ കോർഡിനേറ്റ് 2. ഇനി ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് 2. ഇനി ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 2. ഇനി നമുക്ക് ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് -2, വൈ കോർഡിനേറ്റ് 2. ഇനി ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് -3, വൈ കോർഡിനേറ്റ് 2. അപ്പോൾ എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈനിലെ കുറച്ച് പോയിൻറ്റ്സുകളുടെ കോർഡിനേറ്റ്സ് നമ്മളിപ്പം കണ്ടുപിടിച്ചു. ഈ കോർഡിനേറ്റ്സുകളുടെ എല്ലാം വൈ കോർഡിനേറ്റിനുള്ള പ്രത്യേകത എന്താണ്? ഈ എല്ലാ പോയിൻറ്റ്സിലെയും വൈ കോർഡിനേറ്റുകൾ തുല്യമാണ്, അല്ലേ? വൈ കോർഡിനേറ്റ് എത്രയാണ്? 2 ആണ്. എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് 2 ആണ്. ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല. നമ്മൾ എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് തുല്യമായിരിക്കും. അത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ലൈനിലെയും എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് തുല്യമായിരിക്കും. അത് -2 ആയിരിക്കും. അപ്പോൾ നമുക്കിത് പൊതുവായിട്ട് എങ്ങനെ പറയാം? എക്സ് ആക്സിസിന് പാരലലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് തുല്യമായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ദി വൈ കോർഡിനേറ്റ്സ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആർ ഈക്വൽ. ഇനി വൈ ആക്സിസിന് പാരലലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റുകളുടെ പ്രത്യേകത എന്താണ്? ഞാൻ വൈ ആക്സിസിന് പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. വൈ ആക്സിസിന് പാരലലായിട്ട് വരച്ച ഈ ലൈനിൽ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഈ പോയിൻ്റ്
ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലെ 3-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 3. വൈ കോർഡിനേറ്റോ? ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതും 3-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പം വൈ കോർഡിനേറ്റ് 3. ഇനി ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 3. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഈ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അത് വൈ ആക്സിസിലെ 1-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ വൈ കോർഡിനേറ്റ് 1. ഇനി ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ 3-ൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ 3. ഇനി വൈ കോർഡിനേറ്റോ? ഈ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ -2-ലാണ് കൂട്ടിമുട്ടുന്നത്. ഇനി ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സോ? ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലെ 3-ൽ കൂട്ടിമുട്ടുന്നു. വൈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഈ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ -4-ലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പം നമ്മൾ വൈ ആക്സിസിന് പാരലായിട്ട് വരച്ച ഈ ലൈനിലെ കുറച്ച് പോയിൻറ്റ്സുകളുടെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിച്ചു. ഈ കോർഡിനേറ്റ്സുകളിൽ എക്സ് കോർഡിനേറ്റിനുള്ള പ്രത്യേകത എന്താണ്? ഈ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് തുല്യമാണ്, 3. ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല. വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിലോ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. അത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. അത് -1 ആയിരിക്കും. അപ്പം നമുക്ക് പൊതുവായി എന്ത് പറയാം? വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. The x coordinates of all points on a line parallel to the y-axis are equal. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. All rectangles below have sides parallel to the axis. Find the coordinates of the remaining vertices of each. നമുക്ക് ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ 2 വെർട്ടിസസുകളുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ചുവടെയുള്ള ചതുരങ്ങളുടെയെല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിൻ്റെയും മറ്റ് 2 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. നമുക്കാദ്യം ഈ റെക്റ്റാങ്കിളിനൊരു പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഇവിടെ എ എന്ന വെർട്ടെക്സിൻ്റെയും സി എന്ന വെർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ എ ബി എന്ന സൈഡ് എക്സ് ആക്സിസിന് പാരലലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ആക്സിസിന് പാരലലായി വരയ്ക്കുന്ന ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റുകൾ തുല്യമായിരിക്കും. സിൻസ് സൈഡ് എ ബി parallel to the x-axis, y coordinate of A equal to y coordinate of B.
അപ്പം y കോർഡിനേറ്റ് ഓഫ് ബി എത്രയാണ്? 3 അല്ലേ? എയുടെ y കോർഡിനേറ്റും ബിയുടെ y കോർഡിനേറ്റും തുല്യമാണ്. എന്തുകൊണ്ടാണ്? എ ബി എക്സ് ആക്സിസിന് പാരലലാണ്. ഇനി സി ബി വൈ ആക്സിസിന് പാരലലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റുകൾ തുല്യമാണ്. അപ്പോൾ സിൻസ് സൈഡ് സി ബി പാരലൽ ടു വൈ ആക്സിസ്, എക്സ് കോർഡിനേറ്റ് ഓഫ് സി ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഓഫ് ബി. എക്സ് കോർഡിനേറ്റ് ഓഫ് സി എത്രയാണ്? 2. അപ്പം ബിയുടെ എക്സ് കോർഡിനേറ്റ് 2. അപ്പം ബിയുടെ കോർഡിനേറ്റ്സ് കിട്ടി 2, 3. ഇനി നമുക്ക് ഡി എന്ന വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ എ ഡി വൈ ആക്സിസിന് പാരലലാണ്. സിൻസ് എ ഡി പാരലൽ ടു വൈ ആക്സിസ്, എക്സ് കോർഡിനേറ്റ് ഓഫ് എ ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഓഫ് ഡി. ഇവിടെ എക്സ് കോർഡിനേറ്റ് ഓഫ് എ -2 ആണ്. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റും -2 ആയിരിക്കും. പിന്നെ സി ഡി എക്സ് ആക്സിസിന് പാരലലാണ്. സിൻസ് സൈഡ് സി ഡി പാരലൽ ടു എക്സ് ആക്സിസ്, then y coordinate of C equal to y coordinate of D എത്രയായിരിക്കും? 4. സിയുടെ y കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ ഡിയുടെയും y കോർഡിനേറ്റ് 4. അപ്പോൾ നമുക്ക് വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് 2, 3 എന്നും വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സ് -2, 4 എന്നും കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഈ റെക്റ്റാങ്കിളിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി. ഇവിടെ വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് 2, -4 എന്ന് തന്നിട്ടുണ്ട്. വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സ് -1, -2 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് വെർട്ടെക്സ് എയുടെയും വെർട്ടെക്സ് സിയുടെയും കോർഡിനേറ്റ്സുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം വെർട്ടെക്സ് എയുടെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. സിൻസ് സൈഡ് എ ഡി പാരലൽ ടു വൈ ആക്സിസ്, എ ഡി എന്ന സൈഡ് വൈ ആക്സിസിന് പാരലലാണ്. ദെൻ എക്സ് കോർഡിനേറ്റ് ഓഫ് ഡി ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഓഫ് എ. ഡിയുടെ എക്സ് കോർഡിനേറ്റും എയുടെ എക്സ് കോർഡിനേറ്റും തുല്യമായിരിക്കും. ഡിയുടെ എക്സ് കോർഡിനേറ്റും -1 ആണ്. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റും -1 ആയിരിക്കും. പിന്നെ സിൻസ് സൈഡ് എ ബി പാരലൽ ടു എക്സ് ആക്സിസ്, ദെൻ y കോർഡിനേറ്റ് ഓഫ് ബി ഈക്വൽ ടു y കോർഡിനേറ്റ് ഓഫ് എ. ബിയുടെ y കോർഡിനേറ്റും എയുടെ y കോർഡിനേറ്റും തുല്യമായിരിക്കും. ബിയുടെ y കോർഡിനേറ്റ് -4 ആണ്. അപ്പോൾ എയുടെ y കോർഡിനേറ്റും -4 ആയിരിക്കും. അപ്പോൾ എ എന്ന വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് -1, -4 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വെർട്ടെക്സ് സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. സിൻസ് സൈഡ് ബി സി പാരലൽ ടു വൈ ആക്സിസ്, എക്സ് കോർഡിനേറ്റ് ഓഫ് ബി ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഓഫ് സി. ബിയുടെ എക്സ് കോർഡിനേറ്റും സിയുടെ എക്സ് കോർഡിനേറ്റും തുല്യമാണ്. ബിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റും 2. സിൻസ് സൈഡ് സി ഡി പാരലൽ ടു എക്സ് ആക്സിസ്, ദെൻ y കോർഡിനേറ്റ് ഓഫ് ഡി ഈക്വൽ ടു y കോർഡിനേറ്റ് ഓഫ് സി. ഡിയുടെ y കോർഡിനേറ്റും സിയുടെ y കോർഡിനേറ്റും തുല്യമാണ്. ഡിയുടെ y കോർഡിനേറ്റ് എത്രയാണ്? -2. അപ്പോൾ സിയുടെ y കോർഡിനേറ്റും -2. അപ്പം വെർട്ടെക്സ് സിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? 2, -2. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ റെക്റ്റാങ്കിളിന് ഒരു പേര് കൊടുക്കാം. എ ബി
സി ഡി. വെർട്ടെക്സ് എയുടെ കോർഡിനേറ്റ്സ് -1 3 ആണെന്നും വെർട്ടെക്സ് സിയുടെ കോർഡിനേറ്റ്സ് 2 6 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. ആദ്യം വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. സിൻസ് സൈഡ് ബി സി പാരലൽ ടു y axis, then x coordinate of C equal to x coordinate of B. സിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, അപ്പം ബിയുടെ എക്സ് കോർഡിനേറ്റും 2 ആയിരിക്കും. പിന്നെ സിൻസ് സൈഡ് എ ബി പാരലൽ ടു എക്സ് ആക്സിസ്, ദെൻ y കോർഡിനേറ്റ് ഓഫ് എ ഈക്വൽ ടു y കോർഡിനേറ്റ് ഓഫ് ബി. എയുടെ y കോർഡിനേറ്റ് 3 ആണ്, അപ്പം ബിയുടെ y കോർഡിനേറ്റും 3. അപ്പം വെർട്ടെക്സ് ബിയുടെ കോർഡിനേറ്റ്സ് 2 3. ഇനി നമുക്ക് വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. സിൻസ് സൈഡ് എ ഡി പാരലൽ ടു y axis, then x coordinate of A ഈക്വൽ ടു x coordinate of D. എയുടെ എക്സ് കോർഡിനേറ്റ് -1 ആണ്, അപ്പം ഡിയുടെ എക്സ് കോർഡിനേറ്റും -1 ആണ്. സിൻസ് സൈഡ് സി ഡി പാരലൽ ടു എക്സ് ആക്സിസ്, ദെൻ y കോർഡിനേറ്റ് ഓഫ് സി ഈക്വൽ ടു y കോർഡിനേറ്റ് ഓഫ് ഡി. സിയുടെ y കോർഡിനേറ്റ് 6 ആണ്, അപ്പം ഡിയുടെ y കോർഡിനേറ്റും 6 ആണ്. അപ്പം വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സ് -1 6.